ഇവനിങ്ങനെ നേരത്തെ വാലടച്ച് അകത്തിരുന്നാൽ നാളെ രാവിലത്തെ കാപ്പിക്കാര്യം എങ്ങനെ? അൾസർ ഉള്ളവനെ എന്റെ വിഷമം അറിയൂ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഓമനക്കുട്ടാ, ഇവൻ രാവിലെ 25 രൂപ ചോദിച്ചപ്പോ നീ കൊടുക്കാത്തോണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാനും കൂടെ പോകുന്നത്. നീ രൂപ കൊടുക്കാത്ത നിന്റെ തെറ്റ്, ഇവനോടെ വന്നത് ഇവന്റെ തെറ്റ്. ഒക്കെ സമയദോഷം കൊണ്ടാ, നമുക്ക് മറക്കാം. ദേ ഇവനോട് സോറി പറയാമെന്ന് നിൽക്കുക. അത് പറ്റില്ല, വെറുതെ ഇരിക്കണു. നീ ശ്രീകോവിലൊന്ന് തുറക്ക്. ഓമനക്കുട്ടാ, എന്താ സോറി പറയടാ. സോറി. ഓ വരെ വെച്ചിരിക്കുന്നു. നാളെ രാവിലത്തെ ഗോതമ്പിനുള്ള കാശ്. 3 ദിവസമല്ലേ അയാള് ഗോതമ്പ് വാങ്ങിച്ചിട്ട്. ഇതൊക്കെ ആര് തിന്ന് തീർക്കുന്നു? ഒരു പാക്കറ്റ് പല്ലുകുത്തി. പല്ലുകുത്തി മാത്രമാക്കണ്ട, ചെവിത്തോണ്ടുകൂടി വാങ്ങിക്കാം. ശമ്പളം കിട്ടിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. തീർന്നോ? അപ്പൊ ഈ മാസം എനിക്ക് വാടകയില്ലെന്നോ? നിങ്ങൾ എന്ത് കണ്ടിട്ട് അയ്യരെ മാസം വാടക ഞങ്ങളോട് ചോദിക്കുന്നത്? ഇനി വാടാ. ഫ്രിഡ്ജും ഫർണിച്ചറും അടക്കം വീട് എന്നിട്ട് എനിക്ക് വാടകയില്ലെന്നോ? ഈ വീട്ടിൽ താമസിക്കുന്നതിനെ നിങ്ങൾ വാടാ, ഞാൻ കയറണം. അടുക്കളയിൽ ചോർച്ച, കുളിമുറി വെള്ളമില്ല, കക്കൂസിന് കഥകില്ല. കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഭാര്യയില്ല മക്കളുമില്ല, പിന്നെ ആർക്കാ ഇതൊക്കെ? അങ്ങ് അകത്തോട്ട് കയറ്, വാലടക്ക്. നീ വാടാ. ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തിൽ വന്നിട്ടുണ്ട്. കയ്യിലൊരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കടാ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രികുടൻ റം. സൂര്യൻ നിലത്തുനിന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റ് വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്കും. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. എന്നാ ഇറങ്ങ വെളിയിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ എണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWDയിലെ സൂപ്രണ്ടാണ് കേട്ടോ. ചെല്ല്. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലെങ്കിൽ കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തിയേ? പഞ്ചാരയില്ല. ഓമനക്കുട്ടനായിരുന്നു നീ ഇങ്ങനെ കൊടുക്കൂടാ? അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസ് ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ച കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം ഞാനാരാ? തന്റെ വേലക്കാരനോ എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര, എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഓമനക്കുട്ടാ, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയൊക്കെ ഉണ്ട്. അറിയാം, കണ്ട വെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി. അതെന്റെ കഴിവാ. കാഷായത്തിൽ പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. എനിക്ക് ഇനി ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ടാ, ഈ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രേ ഉള്ള പ്രശ്നം. ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ള അടക്കി മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ലോ? വരുമാനമുള്ള ഏക ഒരുത്തൻ, ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാട നക്ഷത്രക്കാരുടെ വിധി പൊതുവെ ഇങ്ങനെ. ആര് പറഞ്ഞു? തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദോശ ഇടുക എന്നുള്ളതാണ് നിന്റെ കർമ്മം, ജാതക യോഗം. ദോശ ഇരുന്ന് അടുക്കളയോട്ടിൽ അവിടെ കിടന്ന് കരിയട്ടെ. അതാണ് നമ്മുടെ വീട്. നീ നേരെ അടുക്കളയിലോട്ട് എന്നൊരു ചായ ഇട്ടോ. അവിടെ ഇരിക്കുന്ന ആരെയും മൈൻഡ് ചെയ്യണ്ട. നീ ഏതാടാ? എടാ കൊച്ചനെ, നീ നല്ലോണം ആലോചിച്ചോ? വീട് മാറി കയറിയതാണോ? അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് തന്നെയാ വന്നത്. എന്നോട് പറഞ്ഞു ആരോടും മിണ്ടാ അടുക്കളയിൽ ഞാൻ ചായ ഇട്ടോളാൻ. ആര്? മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? അതെ, ഈ ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും വന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും ഈ വീട്ടിൽ സമാധാനം വേണം. ഇന്നു മുതൽ അടുക്കള കാര്യമല്ല അവൻ നോക്കിക്കൊള്ളു. ചാപ്പാട് സമയത്ത് രണ്ടുപേരും വാ എന്ന് തുറന്നു കൊടുത്താൽ മതി. അവനോട് അധികം വർത്തമാനമൊന്നും വേണ്ട. നീ എന്ത് വർത്തമാനായി പറയുന്നത്? അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊക്കെ വെറും ഓച്ചന്മാരോ? അത് പിഷാരടി പറഞ്ഞത് നേരാ. നീ ഒരുത്തനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ച് അവൻ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണ്ടേ? അതിനായം ഒരു പയ്യൻ വീട്ടുവേലക്ക് വന്നാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അതെ, അല്ലെങ്കിൽ നാളെ അയ്യർ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് കയറി വരുമ്പോ താനേത് കൊച്ചാണാടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളൊക്കെ മാന്യമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തണം. ഇരി.
അയ്യരും ഇരുന്നോ. ആ, ദാ. ഇന്ന് മുതൽ നിനക്ക് 3 ചേട്ടന്മാരാണുള്ളത്. 3 അല്ല 4. 3 ചേട്ടന്മാരും ഒരപ്പൂപ്പനും. എല്ലാവരെയും നീ ഒരുപോലെ കാണണം, സ്നേഹിക്കണം, അനുസരിക്കണം. എന്താണ് അവന്റെ പേര്? രാംകുമാർ ചെങ്ങമനാട്. നീ ചെങ്ങമനാട് മൊത്തം മേടിച്ചോ? അല്ലേലും രാംകുമാർ എന്നൊക്കെ വിളിക്കാൻ വലിയ പാടാ. വല്ല IAS ഓഫീസറെയും വിളിക്കുവാന്ന് ചോദിച്ചു. നമുക്കിവനെ രാമ എന്ന് വിളിക്കാം. വിളിക്കാനൊരു സുഖമുണ്ട്, പുണ്യവും കിട്ടും. രാമ രാമ. അത് മതി. എന്താടാ എന്റെ നക്ഷത്രം? ചിത്തിര. എന്താ? അവനെ പറഞ്ഞു വിട്, പോക്ക് കേസാ. ചിത്തിര നക്ഷത്രം, അക്കുടി നാശം, സ്ഥാനഭ്രംശ, ധനക്ഷയം, അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാന്തിത. താൻ തന്നെ പാട് നോക്ക്, ഒരു കുഴപ്പമില്ല. നീ ഒന്നേ, നീ അവന്റെ ചെവി ശ്രദ്ധിച്ചോ? ആനച്ചെവിയാണ്, അതായത് കൃത്യബോധവിഹീനൻ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഗജ ഫ്രോഡ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം സാറ് നോക്കിക്കൊണ്ടാ മതി. തൽക്കാലം അവനൊന്ന് പണി ചെയ്ത് തുടങ്ങട്ടെ. എങ്ങനുണ്ട് ഊണ്? കൊള്ളാം. എന്നാ കൊള്ളുകാല. കന്നാലിക്ക് കൊടുക്കുന്ന പോലെ ചേനയും വാഴയ്ക്കും കണ്ടം തുണ്ടമായി വെട്ടിയിട്ട് പുഴുങ്ങി അവിയലാകില്ല കേട്ടോടാ. അങ്ങനെ അങ്ങ് ആക്ഷേപിക്കൊന്നും വേണ്ട, അവൻ നന്നായിക്കോളും. പണ്ട് എനിക്ക് അൾസറ, എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. എന്നാ എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്കിനി കണ്ടവനെ ക്ലാസ് ഇടാൻ പറ്റിയല്ല. വേലക്കാരൻ വരുന്നതിന് മുമ്പ് അതിന്റെ കുഴപ്പം, ഇപ്പൊ വന്നപ്പോ അതിലും കുഴപ്പം ഉണ്ടോ? ഓ, അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പതിവൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ഉണ്ണുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ബാത്റൂമിൽ വെച്ചേക്കണം, ഉടനെ ആവശ്യം വരും. ഓ, അത്രയ്ക്ക് പോറൊന്നുമല്ല. നീ എന്തിനാ അവന്റെ സൈഡിൽ നിൽക്കുന്നേ? പിന്നെ ഇയാളെ ഉണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ച് ഇനി എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും 1 മാസം അവനിവിടെ നിൽക്കും. അതിനാകും വെച്ച് ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ചെടുത്തോളാം. അല്ല, അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ അവൻ എവിടെ കിടക്കും? അവനിവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്, സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടി കൂടെ കിടന്നോളും. പറ്റുകയല്ല. 1 വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടൻ്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടന്റെ പള്ളിക്ക് വെച്ചു. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ചെറിയാച്ച ഒന്ന് സഹകരിക്കും. അയ്യോ, അത് മാത്രം പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരപ്പള്ളി തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെയും കിടന്നാൽ എനിക്ക് ഉറക്കം വരികയല്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം ഇത്! മൈക്കിൽ കൂടി വിളിച്ചു പോകുന്നല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്ന്? രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു. പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു. 1 ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലോ ഓമനക്കുട്ടാ?
ശരിയാണോ എന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ 3 പേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ? രാമ രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ ഉറങ്ങാനല്ല. നട്ടപ്പാതിരാക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസം മുട്ടലോ വന്നാൽ കൂടെ കൂടെ പറയുന്നത് പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ? വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. ഷാരടി, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്, സൂക്ഷിക്കണം. ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ 2 കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. രാമ നീ ചെല്ലേ. പോ വാടാ വാ. രാവിലെ ഇനി എത്തിയേക്കണേ. അയ്യരെ അവന് പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തേക്ക്. എന്താ ഇത്? എന്താടപ്പാ നീ അടച്ച്? എന്താ ഇത്? ഞാൻ തുമ്മിയതാ. നിന്റെ കൈ എവിടെ? ദേ എവിടെ? ഇതേണ്ട. ഇതിനെ പുറകെ കിട്ടുന്നത് മനുഷ്യൻ സ്വസ്ഥാനമില്ലെന്ന് വെച്ചാൽ അല്ലേ? എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. ആ എന്താ? ഞാൻ ചുമച്ചതാ. ഓ, ഉറങ്ങുമ്പോഴും സ്വത്ത് തരരുത്.